വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ് ആണ്. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നല്ല തേങ്ങ അരയ്ക്കാതെ എങ്ങനെ കുറുവിയ കടലക്കറി വയ്ക്കാമെന്നാണ്. വീഡിയോയിലേക്ക് പോകാം. തലേ ദിവസം കുറുവായിട്ട കടലക്കറി മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സായി കിടക്കണമെങ്കിൽ നമുക്കത് വേവാൻ വയ്ക്കാം. കടലക്കറി കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവാൻ വയ്ക്കാം. വെള്ളക്കടലയും കറുത്ത കടലയും കൂടെ മിക്സ് ചെയ്താണ്. പണ്ടപ്പോഴോ കിടന്ന ഒരു വെള്ളക്കടലയും കൂടെ കറുത്ത കടല വാങ്ങിച്ചപ്പോൾ ഇങ്ങനെയായി. പിന്നെ വിചാരിച്ച് മിക്സ് ചെയ്ത് എന്തായാലും കഴിക്കണമില്ലേ, അപ്പോൾ നമുക്ക് വേവാൻ വയ്ക്കാം. വെന്തിട്ട് ബാക്കി ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇടാം. വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും. ഇട്ടുണ്ട്. ഇനി വഴറ്റിയെടുക്കാം. ബ്രൗൺ കളറാണോ അല്ലെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തേങ്ങ ഇടാതെ എങ്ങനെ കടലക്കറി വയ്ക്കാം. ഇത് വഴറ്റി വന്ന സമയം കൊണ്ട് നമുക്ക് കടലിൽ മാറ്റി വെച്ചിട്ട് അത് മിക്സിയിൽ അടിച്ചെടുക്കാം. വേവിക്കാതെ തന്നെ ഇതാ മാറ്റി വെച്ച് ഇനി അടിച്ചെടുക്കാം. കുറച്ച് മതി, അതുകൊണ്ടാണ് ഇത്ര ഇട്ടത്. ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. മൺചട്ടിയിലായതുകൊണ്ട് കരിയെന്നുള്ള പേരൊന്നുമില്ല. ഞാൻ അധികവും മൺചട്ടിയിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പൊരിക്കാനൊക്കെയാണ് നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യണം. പെട്ടെന്ന് ഇളവെന്ന് കഴിഞ്ഞു. അല്ലെങ്കിൽ എല്ലാം മൺചട്ടിയിലാണ്. ആഡ് ചെയ്തത് കുറച്ച് മുളക് പൊടി ഞാൻ 1 സ്പൂൺ ആണ് ഇട്ടത്. ചെറിയ സ്പൂണാണ്, അതുകൊണ്ട് ഇത്ര ഇട്ടിട്ടുള്ളൂ. മിക്സ് ചെയ്യാം. ഈ അടുത്ത് മസാല ഞാൻ എല്ലാം മുളകും മല്ലിയും കൂടെ മിക്സ് ചെയ്താണ് ഇട്ടത്. അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ചിട്ടത്. ഇത് മല്ലിപ്പൊടി മാത്രമല്ല മുളക് പൊടി. മീൻ കറിക്ക് വേണ്ടി അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ മല്ലിപ്പൊടി, മുളക് മിക്സ് ചെയ്യുന്ന മല്ലിപ്പൊടി, ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് മസാല ഇടാം. മസാല ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് പച്ചമണം മാറുന്ന കുറച്ച് വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പച്ചമണം ഈ പൊടികളെല്ലാം ഈ ഉള്ളിൽ പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാണ്. ഇനി നമുക്ക് കടല ഊറ്റി എടുത്തിട്ട് ഇതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് കുറച്ച് കട്ടിയായിട്ടാണ് എടുത്തത്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറിയല്ലേ. ഇനി മിക്സ് ചെയ്തെടുക്കാം. ഇത് അരച്ച കളഞ്ഞാൽ മിക്സ് ചെയ്ത് ഇനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണം. കറിയാണ്, അപ്പം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഞാൻ അതിൽ പറഞ്ഞില്ല, കറുത്ത കടലയും വെള്ളം കടലയും എല്ലാം കൂടെ ഉണ്ട്. പിന്നെ അത് സെപ്പറേറ്റ് ചെയ്യാനൊന്നും പോയില്ല. ഒരുമിച്ച് തന്നെ ഇട്ട് വേവിച്ചു. ഇനി വെള്ളം ഒഴിച്ചുള്ളൂ. ഇനി തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെയുണ്ടോ. ഇനി കുറച്ച് മിക്സ് ചെയ്ത് നോക്കുക. എല്ലാം കൂടെ കുറച്ചുകൂടെ വെള്ളം വേണം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കുറച്ചുകൂടെ വെള്ളം വേണം. കടല കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കറിയാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് തിളക്കാണ്. 1 സെക്കൻഡ്, 1 മിനിറ്റ് എന്ന് വെക്കുന്ന വറ്റിപ്പോൾ ഇത് കൂടുമോ. അപ്പോൾ ഇത്ര മതിയാവും. ഇനി ഞാൻ കുറച്ച് കരിവേപ്പില കൂടെ ഇട്ടു. ഇതാണ് ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. ഇതാ കട്ടിക്ക് ഇതാ കിട്ടിയതാ, കണ്ടോ. ഇവിടെ കട്ടിക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതാ കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഇതാ കണ്ടോ. കണ്ടോ വെള്ളം കുറഞ്ഞു പോയെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണത്. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. കണ്ടോ ഗൈസ്, പൂർവ്വ കടലക്കറി റെഡി.
ഇനി ഒരു 5 മിനിറ്റൊക്കെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം പിടിക്കും. തേങ്ങ നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ചപ്പാത്തി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇത്രയും കാര്യമാണ്. ഇതാണ് ഗൈസ് ഫൈൻ. ഹേ ഗായ്സ് അങ്ങനെ ഇതാ തേങ്ങയില്ലാതെ കുറുവയെ കടലക്കറി റെസിപ്പിയാണ് നിങ്ങൾ കണ്ടത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഹേ ഗൈസ് ഇതാ കുറുവിയെ കടലക്കറി റെഡി. തേങ്ങ ഇടൂല എന്നുള്ളതാണ്. സാധാരണ തേങ്ങ ഇടുമ്പോലെ കട്ടി കിട്ടില്ല. പക്ഷേ ഇത് കട്ടിക്ക് വേണ്ടി ഞാൻ കുറച്ച് കടല വേവിക്കാൻ വെക്കും മുമ്പേ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ട്. അതിലാണ് ഇതുപോലെ വെച്ചത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി വളരെ കട്ടിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കടലക്കറി റെസിപ്പിയാണ്. ഇതുപോലെ മോർണിംഗിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എല്ലാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ടേസ്റ്റിയോട് കൂടി ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇനി പ്രത്യേകിച്ച് അളവും ഒന്നുമില്ല. എല്ലാം കടലയുടെ അളവനുസരിച്ചെല്ലാം ഈ റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം. ചാച്ചാ. പുതിയൊരു വീഡിയോ വേണമെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാച്ചാ.